സബ്ജക്റ്റാണത്. ചിലർ അവൻ കാഫറാണെന്ന് പറയും. ഒരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ച് കാഫറാണെന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. ഇല്ല. നാം പറയുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ചെയ്ത പ്രവർത്തനം കുഫ്രിയത്തിന്റെ പ്രവർത്തനമാണെങ്കിൽ എന്ത് പറയണം? നീ ചെയ്ത പ്രവർത്തനം അത് ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റ് ഔട്ടായി പോകുന്ന പ്രവർത്തനമാണ് എന്ന് പറയാം. എന്നാൽ അത് നീ മുർത്തദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീ കാഫർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതൊന്ന്. രണ്ടാമത്, ഒരാളെ കാഫറാക്കുന്നതിൽ നാം ധൃതി കൂട്ടാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അവർക്ക് നാം തെളിവ് സഹിതം ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടല്ലാതെ വിധി പറയൽ തെറ്റാണ്. ഹുജ്ജത്ത് സ്ഥാപിക്കൽ നീ പഠിച്ച തൗഹീദ്, നീ പഠിച്ച ആദർശം, നീ പഠിച്ച ഖുർആൻ, നീ പഠിച്ച സുന്നത്ത്, നീ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഭാഗം അവന് മനസ്സിലാക്കാൻ ചുറ്റുപാട് കെട്ടിക്കാണുകയില്ല. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ശരിക്കും തെളിവ് സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അത് മനസ്സിലായി കഴിഞ്ഞ ശേഷം മറക്കട മുഷ്ടിയോടുകൂടി സ്വീകരിക്കണ്ട എന്ന് വെച്ചാൽ മാത്രം അദ്ദേഹത്തിനോട് നീ ചെയ്തത് കുഫ്രിയത്തിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ മുർത്തദിന്റെ ഭാഗമാണെന്നോ പറയാമെന്നല്ലാതെ നാം ആരെക്കുറിച്ചും എന്ത് വിധി പറയാൻ പാടില്ല. പെട്ടെന്ന് അദ്ദേഹം മുർത്തദാണെന്നോ അദ്ദേഹം കാഫിറാണെന്നോ പറയാൻ പാടുള്ളതല്ല. അമലിലേക്ക് ചേർത്ത് പറയാം. ഇന്ന് അമൽ ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ, അള്ളാഹു അല്ലാത്തവർക്ക് അർത്താൽ, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ ഏത് ഇനങ്ങൾ സമർപ്പിച്ചാൽ അത് ഖുർആൻ പറയുന്നത് അത് ശിർക്കാണെന്നാണ്, അത് ഇസ്ലാമിൽ നിന്നിട്ട് പുറത്താകുന്ന കാര്യമാണെന്നാണ് എന്ന് പറയാമെന്നല്ലാതെ ഇന്നാള് മുശ്രിക്കാണ് എന്ന് പറയൽ, പെട്ടെന്ന് മുഖം നോക്കി പറയൽ, തെളിവ് നിരത്തി വെക്കുന്നതിന് മുമ്പ് പറയൽ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് പറയൽ, അത് ധൃതി കൂട്ടലാണ്. അത് ചെയ്യാൻ പാടുള്ളതല്ല എന്നതാണ് ഇന്ന് റിയാദ് ഇമാം സംസാരിച്ചതായ വിഷയത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തതായ ഭാഗം. എന്തുകൊണ്ട്? ചെറിയ കാര്യമൊന്നുമല്ല ഒരാൾ മറ്റാളെ കുറിച്ച് അങ്ങനെ വിധി നൽകാൻ. ഒരാളോട് നീ കാഫറാണെന്ന് പറയൽ ചെറിയ കാര്യമല്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, ആരെങ്കിലും ഒരു മുസ്ലിമിനോട് നീ കാഫറെന്നോ നീ യഹൂദിയെന്നോ മറ്റും പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കാഫറായി എന്നുള്ളതാണ്. ഒന്നിരിക്കലും അദ്ദേഹം കാഫറായിരിക്കും, അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം കാഫറാണ്. അല്ലെങ്കിൽ ആരിലേക്ക് മടങ്ങി? പറഞ്ഞവനിലേക്ക് മടങ്ങി. പറഞ്ഞവൻ കാഫറാകും. ഒരു മുസ്ലിമിനെ നീ കാഫറെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. നീ കാഫറേ, അല്ലെങ്കിൽ നീ മുസ്ലിമാണ്, നീ മുർത്തദാണ് എന്ന് പറയുമ്പോൾ അത് അയാളിൽ ഇല്ലെങ്കിൽ പറഞ്ഞ ആളിലേക്ക് മടങ്ങുമെന്നാണ് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ സന്തോഷങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണം. ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു കേസറ്റിൽ നിന്ന് കേട്ടു, അദ്ദേഹം ചെയ്തതായ ആ മഹാവിപത്ത് അത് പലിശയാണ്. ആ പലിശ ഇരട്ടി തന്നുക എന്നത് കുഫ്റാണ്, ഷിർക്കാണെന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു നമ്മുടെ നാട്ടിൽ നിന്ന് കേസറ്റിൽ. എന്താ പലിശ എന്നാ കാഫറാവോ? പലിശ തിന്നാൽ സന്തോഷമാണ്. ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ സന്തോഷം ചെയ്തവൻ കാഫറാകുന്നതല്ല. ഈ വിഷയം വിശദീകരിച്ച് തരാൻ വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ കുഫ്രി എന്നതായ പദത്തെ ചൊല്ലി കഴിഞ്ഞ ക്ലാസ് ആരംഭിച്ചത്. വിശ്വാസപരമായ കാര്യങ്ങൾ ഫാമിലി ക്ലാസ്സിൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഫ്രി എന്ന പദം 311 തവണ അല്ലാഹു ഖുർആനിൽ ചർച്ച ചെയ്തതായ വിഷയമാണ്. അത് നാം കുഫ്രി എന്ന പദത്തിനെ പഠിക്കണം. ആര് കാഫിർ? അതിൽ കുഫ്രിയത്ത് എത്ര ഇനങ്ങളുണ്ട്? കുഫ്രി എല്ലാം കുഫറല്ല, ചിലത് കുഫറിന്റെ താഴെയുള്ള കുഫറുണ്ട്. അതിൽപ്പെട്ടതായിട്ടാണ് നല്ലൊരു സമൂഹം പണ്ഡിതന്മാരെ മനസ്സിലാക്കുന്നത്. കുഫറുൻ ദൂന കുഫറാണ് എന്ത്? നമസ്കാരം ഉപേക്ഷിക്കൽ എന്ന്. നമസ്കാരം ഉപേക്ഷിക്കൽ കുഫറുൻ ദൂന കുഫറാണ്. ഇനി കുഫർ തന്നെ ആവണമെങ്കിൽ എവിടേക്ക് വേണ്ടി വരും? നമസ്കാരത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കണം. അപ്പോൾ എന്തായി? ശരിക്ക് കാഫറായി. അതൊക്കെ ഞാൻ കേരളത്തിലൊക്കെ താമസിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ചതായ 10 കിതാബ് എന്ന് പറയുന്ന 12 കിതാബിൽ എന്തുണ്ട്? മുതഫരിദി എന്നൊരു കിതാബുണ്ട്. ആ മുതഫരിദി എന്ന കിതാബിൽ പറയുന്നുണ്ട് മുസ്തഹില്ലു തർക്കിഹ, നമസ്കാരം ഒഴിവാക്കൽ ഹലാലാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ കാഫറാണ്. എന്നല്ലാതെ അങ്ങനെ വിശ്വസിക്കാതെ ഒരാൾ തോന്നുമസല്ലി ഞങ്ങളുടെ നാട്ടിൽ പറയും, നിങ്ങൾ പറയുമെന്നറിയില്ല, തോന്നുമ്പോൾ മുമ്പ് നിസ്കരിക്കുക, അയാൾക്ക് സൗകര്യം കിട്ടുമ്പോൾ നിസ്കരിക്കാം. കഫീൽ നിസ്കരിക്കുന്ന ആളാണെങ്കിലും മുമ്പ് നിസ്കരിക്കും, കൂട്ടുകാരൻ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരം ഇല്ല. കഫീലിൻ്റെ കൂടെ നമ്മൾ പേടിച്ചിട്ട് ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ തയ്യാറാണ്. അങ്ങനെ തോന്നുമ്പോൾ നമസ്കരിക്കുന്നതായ സ്വഭാവം. പക്ഷെ അയാൾക്ക് നമസ്കാരം വേണമെന്നൊക്കെ വിശ്വാസമുണ്ട്, അതിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെയുള്ള ആളെക്കുറിച്ച് നാം
കാഫർ എന്ന് പ്രഖ്യാപിക്കാൻ പാടില്ല. പിന്നെയോ അദ്ദേഹത്തിനോട് തൗബ ചെയ്യാൻ പറയുക. 3 ദിവസത്തിൻ്റെ അകത്ത് തൗബ ചെയ്തിട്ട് യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഹിദായി, യഥാർത്ഥ നമസ്കരിക്കുന്ന ആളായി മാറാതെ ഞാൻ അതിന് തയ്യാറില്ല, ഞാൻ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലണം, മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ. എന്നിട്ട് ചത്ത നായയെ വലിച്ചെറിയും പോലെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയണം, പൂഴ്ത്തേണ്ട ആവശ്യമില്ല. ഇനി ദ്രോഹമുണ്ട് അവൻ്റെ സ്മെല്ലിലൂടെ എന്ന് പേടിയുണ്ടെങ്കിൽ മാത്രം എവിടെയെങ്കിലും കുഴിയിൽ വലിച്ചെറിയുക എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ വിലയുള്ളൂ അങ്ങനെയുള്ളതായ ആദർശത്തിൻ്റെ ഉടമകൾക്ക് ഇസ്ലാമിൽ. ആർക്ക് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് തൗബ ചെയ്യാൻ തയ്യാറില്ലാതെ നമസ്കാരം ഒഴിവാക്കി, നമസ്കാരം വേണ്ടെന്ന് വെച്ചു, നമസ്കാരത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ മുർത്തത്തിന്റെ സ്വഭാവമാണ് അങ്ങനെയുള്ളവർ. എന്നല്ലാതെ ഒരാൾ തഹാവുനൻ എന്ന് പറഞ്ഞാൽ മടി കാരണത്താൽ ഇടക്ക് നിസ്കരിക്കാതിരിക്കുക അങ്ങനെയുള്ള ആളാണെങ്കിൽ കുഫർ എന്ന് നമുക്ക് വിധി പറയാം. എങ്ങനെയുള്ള കുഫറാണ്? ദൂന കുഫർ. എന്താണ് ദൂന കുഫർ? കുഫറിൻ്റെ താഴെയുള്ള കുഫർ. ഇസ്ലാം എന്ന് ഗേറ്റ് ഔട്ടാക്കുന്ന കുഫറല്ല, അതിൻ്റെ നേരെ താഴെയുള്ള കുഫറാണ്. അദ്ദേഹം എന്തല്ല പരിപൂർണമായി എന്നേക്കും നരകത്തിൽ കാലാകാലം കടക്കുന്ന കാഫിർ അല്ല. പിന്നെയോ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ പാശ്ചാത്താപം സ്വീകരിച്ച് തൗബ സ്വീകരിച്ച് ആണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടാം. തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ തോതനുസരിച്ചിട്ട് പരലോകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ശിക്ഷ അനുഭവിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ചാൻസ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായല്ലോ? അതാണ് കുഫ്രിയത്തിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഭാഗം. അപ്പോൾ ആരാണ് പിഴച്ച കക്ഷികളിൽ ഏത് വിഭാഗമാണ്? വന്തോഷം ചെയ്ത ആളെല്ലാം കാഫിര്യങ്ങൾ എന്ന് പറയുന്ന വിഭാഗം ആരാണ്? വന്തോഷം ചെയ്തവർ കാഫിര്യങ്ങളാണെന്ന് പറയുന്ന വിഭാഗം ആരാണ്? പിഴച്ച വിഭാഗത്തിൽ ഖവാരിജികൾ. ആരാണ്? ഖവാരിജികൾ. അത് ഖവാരിജികളുടെ സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവമല്ല. നാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന ആളാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹബാക്കളുടെ ശരീഅയും, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതനുസരിച്ചിട്ട് ജീവിക്കുന്നവരുടെ തത്വം അനുസരിച്ചിട്ട് വന്തോഷം ചെയ്ത ആൾ കാഫർ എന്ന് പറയുകയില്ല. അപ്പോൾ വന്തോഷം ചെയ്തവർ കാഫിരീങ്ങളാണെന്ന് പറയുന്നതായ വിഭാഗം മഹാ അപകടത്തിലാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുഫ്രിയത്തിലേക്ക്, കാഫിറി എന്നതായ ആ സർട്ടിഫിക്കറ്റ് നൽകുക എന്നത് മഹാ അപകടമാണ്. സൂക്ഷിക്കണം. മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുവാനും ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവാനും എന്താണ് കുഫ്രി, എന്താണ് തൗഹീദ്, എന്താണ് ഈമാൻ, എന്താണ് ശിർക്ക് എന്നത് പറഞ്ഞു കൊടുക്കുവാനും പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, എഴുത്തുകാർ എല്ലാവരും പരിശ്രമിക്കണം. അവര് ശ്രദ്ധ ചെലുത്തണം എന്നീ കാര്യങ്ങളിലേക്ക് സൂചന നൽകി ഊന്നിപ്പറയുകയായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് ഇന്ന് റിയാദിൽ ബിഗ് ജുമാ മസ്ജിദിൽ നടത്തിയതായ ഖുതുബയിൽ. അങ്ങനെ ഷോർട്ടായിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടത് സൗദി അറേബ്യയിൽ പ്രധാന 3 മെമ്പറിൻ്റെ മീതെ നടന്നതായ ഖുതുബകളുടെ ഷോർട്ടായ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളിൽ പകർത്താത്ത ഭാഗങ്ങൾ ഇനിമേലിൽ കൃത്യമായി പകർത്താൻ ഓരോരുത്തരും പാടുപെടുക. അതിൽ ആദ്യമായിട്ട് ഈ പള്ളിയോട് വിട വാങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്യുക. ഞാനിതാ തൗബ ചെയ്യാൻ തീരുമാനിച്ചു, പുതിയ റൂട്ട് കൈക്കൊള്ളാൻ തീരുമാനിച്ചു, മദീനയിലേക്ക് വരാൻ ചാൻസ് നൽകിയ റബ്ബേ, ഈ മദീനയുമായി ബന്ധപ്പെട്ടുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് മദീന സന്ദർശകരും തീരുമാനിക്കേണ്ടതാണ്. മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ഖിയാമത്ത് നാൾ മരണം വരെ ഞാൻ ഇനി ജീവിക്കും. എൻ്റെ വീട് ആ രൂപത്തിലാക്കും, എൻ്റെ പരിസരം ആ രൂപത്തിലായിരിക്കും, എൻ്റെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക ജീവിതം ആ രൂപത്തിലായിരിക്കും എന്ന സത്യപ്രതിജ്ഞ അവർ ചെയ്യണം. അത് എൻ്റെ ശബ്ദം കേൾക്കുന്ന, നെറ്റിലൂടെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ, മദീന കണ്ടവരാവട്ടെ കാണാത്തവരാവട്ടെ, മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ മുസ്ലിം ലോകം എവിടെയും ജീവിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ശാസന, ഇസ്ലാമിൻ്റെ നിർബന്ധ കൽപ്പന. അത് നാം എല്ലാവരും നടപ്പാക്കേണ്ടതായ ഭാഗമാണ്. അള്ളാഹു ഇതിനെല്ലാം നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.